എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ്. ഏപ്രിൽ മാസം 3-ാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമോ, അതിനിടയ്ക്ക് ഒരു പരീക്ഷ നടത്തുമോ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പല വിദ്യാർത്ഥിനികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഓൾറെഡി മാർച്ച് മാസം 17-ാം തീയതിയായിരുന്നു ആരംഭിക്കാനിരുന്നത്. 17-ാം തീയതി എന്ന് പറയുമ്പോൾ നാളെയായിരുന്നു ആരംഭിക്കാനിരുന്നത്. അതിപ്പോൾ ഏപ്രിൽ മാസം 3-ാം തീയതിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി. CUET PG എക്സാം നടക്കുന്നത് കാരണം കൊണ്ട് തന്നെയാണ് മാറ്റിയത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ടൈം നീണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമോ, ഇനിയിപ്പം അതിനിടയ്ക്ക് ഒരു പരീക്ഷ നടത്തുമോ എന്നൊക്കെ ഉള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. എനിക്ക് വിദ്യാർത്ഥികളോട് ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് ശരിയാണ്. നിങ്ങൾ ഈ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. നിങ്ങളിപ്പോൾ ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഫെയിലാകുന്ന പക്ഷം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വർഷം ഡിലേ വരും. ഈ 5 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുകയും 6ാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്കിട്ട് പണി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. 5 സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ 5 സെമസ്റ്ററുകളിലും സപ്ലി ഇല്ലാതെ കയറി വരികയും 6ാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, നിങ്ങളുടെ ഡിഗ്രി കിട്ടാൻ നിങ്ങൾക്ക് ഡിലേ വരും. 6 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്കാണ് ഡിഗ്രി നേടാൻ സാധിക്കുക. 6 സെമസ്റ്റർ പരീക്ഷകളിലും വിജയകരമായി ഉന്നത വിജയം കൈവരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് ഗ്യാരണ്ടി ഉള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് Career4Tech, ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.